നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യക്കുള്ള പായസത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നല്ലോ. ഇനി ഓണസദ്യക്കുള്ള 12 കൂട്ടം കറികളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയും അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാൻ പോണത് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 6 തരം കറികളെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സാമ്പാർ ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒരു പാത്രം ചൂടാക്കി ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി നുറുക്കിയത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് കായം പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഉണ്ണാനെടുക്കണ അരി ഇട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കായം പൊടിച്ചത്, 5-6 വറ്റൽമുളക്, കുറച്ച് വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. തരിയില്ലാതെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം കൂടി പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പും തക്കാളിയും വെന്തോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ ഉരുളൻകിഴങ്ങ്, കുമ്പളങ്ങ, കൊത്തമര, ക്യാരറ്റ്, മുരിങ്ങക്കായ, സവാള ചെറുത് ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ എന്ത് ഇഷ്ടമുള്ളത് ഇടാം. വഴുതനങ്ങ ഇടാം, എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കൈപ്പയ്ക്ക, 2 വെണ്ടക്കായ, ഒരു ചെറിയ കഷ്ണം സവാള, കുറച്ച് വേപ്പില. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമേ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വഴണ്ടി വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. പച്ചക്കറികളൊക്കെ വേവണ്ടേ, ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള സാമ്പാറിൻ്റെ അളവാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ പൊടിച്ച് വെച്ച പൊടി, സാമ്പാർ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പുറത്ത് നമ്മുടെ വെണ്ടക്കായും കയ്പ്പയ്ക്കും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. പുളി ഓരോരുത്തരും ഇഷ്ടാനുസരണം ഒരു 2 ടീസ്പൂണോളം മതിയാവും. തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് പുളി ഉണ്ടാവും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് ഇതിലേക്ക് ആവശ്യമുള്ള കടുക് വറുത്തിടാം. അപ്പുറത്ത് വേറെ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. നന്നായി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില മുകളിൽ കൂടി തൂവി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് പച്ചക്കറികൾ കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് വേണം അവിയലിനെടുക്കാനായിട്ട്. ഇത്രയും നീളത്തിൽ. അത് പയറ്, മുരിങ്ങക്കായ, ഒരു ചെറിയ കഷ്ണം കൈപ്പയ്ക്ക, ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു ചെറുത് സവാള എടുക്കുക. ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. കുറച്ചേ പാടുള്ളൂ, അധികം പാടില്ല. 1/4 ഗ്ലാസോളം മതിയാവും വെള്ളം ഏകദേശം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ പച്ചക്കറികൾ വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഒരു അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് അര നാളികേരം, 5 പച്ചമുളക്, 3-4 കുഞ്ഞുള്ളി, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നാളികേരം ഒന്ന് നന്നായിട്ട് അരയണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ചമ്മന്തി പരുവം ആയാൽ മതി, ഒതുക്കിയെടുത്താൽ മതി. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുകളിൽ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ആവി കയറ്റണം. ആവി വന്നിട്ടേ ഇളക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് ചേർക്കണത്. ചില സ്ഥലങ്ങളിൽ മാങ്ങ ഇടും, ചിലർ തക്കാളി, ചിലർ പുളി പിഴിഞ്ഞൊഴിക്കും. പക്ഷെ നമ്മൾ തൈരാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത തൈര് ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പച്ച വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടം എന്നുള്ളവർ നല്ലോണം ഒഴിച്ചോളൂ. അത് കൂടാണ്ട് കറിവേപ്പില. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. വീണ്ടും ഇളക്കി ഒരു 2-3 സെക്കൻഡ് മൂടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കൂട്ടുകറി റെഡിയാക്കാൻ നോക്കാം. കൂട്ടുകറി ഒരു 4-5 പേർക്കുള്ളത് തന്നെ. എല്ലാ കറികളും 4-5 പേർക്കുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകറിക്കായിട്ട് ആദ്യം നമ്മൾ ചേന ചെറിയ കഷ്ണം ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഇടുക. പിന്നെ ഒരു നേന്ത്രക്കായയുടെ പകുതി അതെടുത്തിട്ടുള്ളൂ, അതും ഇതുപോലെ തന്നെ കഷ്ണാക്കിയത് ഇടുക. പിന്നെ കുറച്ച് കടല നേരത്തെ കുതിരിടണം. അത് കുതിർന്നതിന് ശേഷം ആ കടലയിൽ ഒരു 1/2 കപ്പോളം അതും ചേർത്ത് കൊടുക്കുക. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ നിന്നോട്ടെ വെള്ളം, ഇതിൻ്റെ പച്ചക്കറികളുടെ മേലെ നിന്നോട്ടെ. 2 ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചേനയും കായും കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം. അത് നാളികേരം ഒരു അരമുറി വേണ്ട, കുറച്ച് നാളികേരം എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ നാളികേരം, 3 കുഞ്ഞുള്ളി, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തണത്. ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് കടുക് വറുക്കാനുള്ള പരിപാടികൾ നോക്കാം. മൂടി വയ്ക്കാം. അപ്പുറത്തൊരു പാത്രം വെച്ചിട്ട് ഒരു ഗ്യാസ് ഓൺ ചെയ്തതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടാകുമ്പോൾ കടുകിടുക, വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അതും ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ നാളികേരം ചിരണ്ടിയത് അതും കൂടി ചേർത്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പില. നാളികേരം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നാളികേരം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പും മുളകൊക്കെ ആവശ്യത്തിനില്ലേ നോക്കുക. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാള റെഡിയാക്കാം. അപ്പോൾ കാള റെഡിയാക്കാനായിട്ട് ഒരു നേന്ത്രക്കായയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അത് ഇഷ്ടമുള്ള കഷ്ണം ഇടാൻ തരുത്. ചേന ഇടും, ഞാനത് കുമ്പളങ്ങനെ എടുത്തിരിക്കുന്നുണ്ട് കൂടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിന് വേണ്ടിയിട്ട് അര നാളികേരം, അതിലേക്ക് ഒരു 4-5 മണി കുരുമുളക്, 3 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം എല്ലാം ചേർത്ത് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം. അത് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യുക. അപ്പോഴേക്കും അപ്പുറത്തെ ഗ്യാസിന് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് കടുക് പൊട്ടിച്ചിടാനുള്ള പരിപാടികൾ നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇവിടെ അരപ്പ് തിളച്ചു. ഇതിലേക്ക് നമുക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത, എന്നാൽ അത്യാവശ്യം പുളി വേണം. ഒരു 1/2 കപ്പോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. തീ കുറച്ച് വയ്ക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളവരേണ്ട ആവശ്യമില്ല. 1 നുള്ളോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകും മുളകും കൂടി പൊട്ടിച്ചിടാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ
കാളനും റെഡിയായി കഴിഞ്ഞു. നമുക്കിനി സദ്യക്കൊക്കെ വിളമ്പണ ഉരുളൻകിഴങ്ങും പീസും കൂടിയിട്ട് ഒരു മസാലക്കറിയില്ലേ, അതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു അര സവാള അരിഞ്ഞത് ഇടുക, വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അര കപ്പ് പീസ്, ഗ്രീൻ പീസ് ഉണക്കിയാണ്, അതുകൊണ്ട് കുതിരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്നിട്ടുള്ളതാണ് അര കപ്പ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ഇത്രയും വലിപ്പത്തിൽ മുറിച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. ഇത് വഴണ്ടി വരുമ്പോഴേക്കും അപ്പുറത്തെ ഗ്യാസിൽ നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നാളികേരം വറക്കണം, അത് റെഡിയാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അര നാളികേരം ചിരണ്ടിയത് ഇതിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ ഗരം മസാല അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ചുവപ്പ് കളറാവണ വരെ വറക്കണം. രണ്ടിലേക്കും ഓരോ തണ്ട് വേപ്പില വീതം ഇടാം. ഇത് നന്നായിട്ട് ചുവപ്പ് കളറിൽ വഴറ്റി വന്നിട്ട് നമുക്കിത് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഉരുളൻകിഴങ്ങും പീസും ക്യാരറ്റൊക്കെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ നാളികേരം ചുവക്കെ വറുത്തുമല്ലോ, അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് വെണ്ണ പോലെ. ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. കുറച്ചും കൂടി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേവാൻ മാത്രം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വഴറ്റി ഇതായതുകൊണ്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി തിള വന്നാൽ മതിയാവും. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോഴേക്കും അപ്പുറത്തെ ഗ്യാസിന് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിടാനുള്ള കാര്യങ്ങൾ നോക്കാം. പാൻ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. ഒരു 3 കുഞ്ഞുള്ളി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഉള്ളി ശരിക്കും മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതിങ്ങനെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം പൊട്ടിട്ട്. അപ്പോഴേക്കും ഇവിടെ വേവായിട്ടുണ്ടോ നോക്കാം. നല്ല വെന്ത് വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഈ കടുക് പൊട്ടിച്ച് എടുത്ത് താളിക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക, എന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. പുളിയിഞ്ചി റെഡിയാക്കാനായിട്ട് ഇതുപോലെ തന്നെ ഗ്യാസ് ഓൺ ചെയ്യുക, പാത്രം ചൂടാക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 100 ഗ്രാം ഇഞ്ചി നല്ലോണം കൊത്തിയരിഞ്ഞ് കുഞ്ഞീതാക്കി കൊത്തിയരിഞ്ഞത് ഇടുക, വഴറ്റാൻ വേണ്ടിയിട്ട്. ഇഞ്ചി നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അതിലേക്ക് 7 പച്ചമുളക് ചെറുതായി നുറുക്കിയത് അതും ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഇളക്കുക. പച്ചമുളക് ഇത്ര ഉള്ളതുകൊണ്ട് എരിവ് ആവശ്യാനുസരണം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. നന്നായിട്ട് വഴണ്ടതിന് ശേഷം പുളി, ഇതൊരു ചെറുനാരങ്ങ, വലിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഒരു പുളിയാണത്. പുളിവെള്ളം അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് ചേർക്കണേ. ഇതിൽ കരടുണ്ടെന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് അരിച്ചെടുത്താൽ മതി. ഇതിലിപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. 2 കഷ്ണം ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് വരട്ടെ. മൂടി വയ്ക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ എന്തായി നോക്കാം. നന്നായിട്ട് എല്ലാം യോജിച്ചിട്ടുണ്ട്. പുളി ഇങ്ങനെ കുറുകി പൊട്ടിത്തുടങ്ങി. അപ്പോൾ കൈ പൊള്ളാണ്ട് നോക്കിയോളൂ കേട്ടോ. അകലെ നിന്നിട്ടൊക്കെ ഇളക്കിയാൽ മതി. ഇത് തീ കുറച്ചിട്ട് അപ്പുറത്തെ ഗ്യാസ് എടുക്കുമ്പോൾ നമുക്ക് ഇത് താളിച്ചിടാനുള്ള ഇത് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക്, വറ്റൽമുളക്, വേപ്പില 3 കൂടി ചേർത്ത് കൊടുക്കുക. ചിലർ 2 മണി ഉഴുന്ന് കൂടി പൊട്ടിക്കാറുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. പൊട്ടിയതിന് ശേഷം പുളിയിഞ്ചിയിലേക്ക് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 2-3 സെക്കൻഡ് കൂടി നല്ലോണം തിളച്ചോട്ടെ. അതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണം. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.